ഓർമ്മയിൽ ആ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ഒന്ന് കാണുന്ന. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ വീട്ടുകാരായിട്ടൊന്നും അങ്ങനെ ഇല്ല, വീട്ടുകാർ അറിഞ്ഞിട്ടായിരുന്നു അവിടെ വന്നിട്ടുള്ളത്. ഓ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കിളിമാനൂർക്കാർക്ക് വേണ്ടപ്പെട്ടൊരു സ്ഥലത്താണ്. ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും, കിളിമാനൂർക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അത് നമ്മളെ പഴയകാല ഒരു തിയേറ്ററാണ്. ഇപ്പോൾ ഇത് പ്രവർത്തനരഹിതമല്ല, അതിപ്പം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നോടൊപ്പം എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്. പുള്ളിക്കാരന് എന്നേക്കാൾ കുറച്ച് അറിവുകളൊക്കെ ഉണ്ട്. അപ്പം പുള്ളിയും ഞാനും കൂടെ എന്നോട് വന്നിരിക്കുന്ന സജീഷ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. വിശേഷങ്ങൾക്ക് പോകുന്ന മുമ്പ് ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ടപ്പ് ചെയ്ത് തിരിച്ചു പൊട്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. SN സിനിമ എന്നാണ് തിയേറ്ററിൻ്റെ പേര്, പക്ഷേ നമ്മളെല്ലാവരും പറയുന്ന SN തിയേറ്റർ എന്നാണ് പറയുന്നത്. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇപ്പം എല്ലാം കാട് പിടിച്ച് ഇവിടെ എല്ലാം കിടക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറാണ്. നമ്മുടെ കിളിമാനൂർക്കാര തിയേറ്ററായിരുന്നു. റിലീസ് പടങ്ങൾ കളിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം പൊളിച്ചത് പുതുക്കി പണിയാനാണെന്ന് തോന്നുന്നു പൊളിച്ചത്. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം, ചെറിയ ചെറിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണം, ബൈക്ക് അങ്ങനെയുള്ള പാർക്ക് ചെയ്യണം. ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കടയായിരുന്നു, എല്ലാം പൊളിച്ച് കളഞ്ഞ്. അപ്പോൾ ആ ഭാഗത്തൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ കിളിമാനൂർ ആണ്. കിളിമാനൂർ ജംഗ്ഷൻ എത്തുന്നുമ്പാണ് ഈ നമ്മളെ ഈ തിയേറ്റർ ഉള്ളത്. ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. പൊളിച്ചിട്ടേക്കാണ്, പുതുക്കി പണിയാനാണെന്നാണ് തോന്നുന്നത്. പൊളിച്ച് ഒരു ഇതിലാക്കിയിട്ടേക്കണം. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴത്തെ തിയേറ്റർ. ഇത് ഓലമേഞ്ഞ തിയേറ്ററായിരുന്നു, പിന്നെ അത് ഷീറ്റാക്കി. ഞാനിവിടെ വരുന്ന നരസിംഹം സിനിമ കാണാനാണ് എൻ്റെ ഓർമ്മയിൽ. അത് കാണാനാണ് ഞാൻ ഇവിടെ വരുന്നത്. എൻ്റെ ഒരു ഓർമ്മയിൽ അതാണ് ഞാൻ ഇവിടെ കാണാൻ വന്നതെന്നാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ നരസിംഹം സിനിമയാണ് കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. മൊത്തം പോയി, എല്ലാ ഇളയിക്കണം. സീറ്റൊക്കെ കണ്ട് അവിടെ വാരി പുറകെ ഇട്ടേക്കുന്നു. ചേട്ടാ അതിനായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഇതാവും. ഇവിടെ ഇരുന്ന് സ്ക്രീൻ വരുന്നത്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് നമ്മളെ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടൻ്റെ അടുത്ത് വയ്യ. അപ്പോൾ നിങ്ങൾ ഏത് സിനിമയൊക്കെ കണ്ടിട്ടുള്ളത്? എനിക്ക് അല്ലു അർജുൻ്റെ ഏതൊരു സിനിമയാണ് ഇവിടെ വന്ന് കണ്ടിട്ടുള്ളത്. അല്ലു അർജുൻ. ആ, പിന്നെ പണ്ടൊന്നും വന്നിട്ടില്ലേ കൊച്ചിലെ? പിന്നെ കൊച്ചിയിലെ വന്നിട്ടില്ല. ഫസ്റ്റ് ഞാൻ പിടിക്കുന്നതാണ് ഇവിടെ വന്നിട്ടുള്ളത്. വീട്ടുകാരായിട്ടൊന്നും അങ്ങനെ ഇല്ല, വീട്ടുകാർ അറിഞ്ഞിട്ടായിരുന്നു അവിടെ വന്നിട്ടുള്ളത്. അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് കാണുമ്പോ അറിഞ്ഞോളൂ. അവരിത് കാണുന്നുണ്ടെങ്കിൽ അവരറിഞ്ഞു. ഇപ്പൊ ഇവിടെ വളരെ വശപ്പെട്ട് കിടക്കുകയാണ്. ഇതിനി നന്നാക്കാനായിരിക്കാം. അതുകൊണ്ട് ഇവിടെ ഓല കഴിഞ്ഞ ആ ഒരു ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു ഇതിനായിരിക്കാം. നല്ല ഇതായിരുന്നു. ഇവിടെ ഇങ്ങനെ എൻട്രി വരുന്ന ഈ ഭാഗത്തായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ. ഫസ്റ്റർ വരുന്ന ഈ ഭാഗത്താണെന്ന് തോന്നുന്നത്. ഈ കാണുന്ന പ്രൊജക്ടർ വരുന്നത്. ഇവിടെ നല്ലൊരു ഫീലായിരുന്നു. ഞാൻ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. നരസിംഹം സിനിമയാണ് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ. ആ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ഒന്ന് കാണുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പിന്നെ റിലീസ് സിനിമയാണല്ലോ നമുക്കൊക്കെ ഇഷ്ടം. കൊച്ചിലെ എന്താണ് പുറത്ത് പോയിട്ട് സിനിമ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നതുകൊണ്ട് കൊച്ചിലെ ചെറുതിലെ അങ്ങനെ ഇവിടെയൊക്കെ വരുമായിരുന്നു. ഇതിപ്പോൾ തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിക്കൊന്ന് തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടാവും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉണ്ടാവില്ലെങ്കിലും ഭാവിയിൽ ഇത് നല്ലൊരു കളക്ഷൻ ഉണ്ടാവും. ഇവിടെ തിയേറ്റർ വന്നാൽ റിലീസൊക്കെ കളിക്കുന്ന ഒരു തിയേറ്റർ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കളക്ഷൻ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇവിടെ നമ്മൾ ഈ കിളിമാനൂർ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കടയ്ക്കലും ആറ്റിങ്ങലുമാണ് തിയേറ്റർ ഉള്ളത്. അപ്പം എന്തുകൊണ്ടും കിളിമാനൂർ ഒരു തിയേറ്റർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ ഇവിടെ തന്നെ വരും. റിലീസ് ചെയ്യുന്നത് തിയേറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരും. നല്ല രീതിക്കൊന്ന് പണിതെടുത്താൽ ഇതിൻ്റെ എന്താണ് അണിയറ പ്രവർത്തകർ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറ്റും. എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ അവരെ കുറ്റം പറയരുതല്ലോ. അപ്പം എന്താണ് പൊളിച്ചത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് 2-3 തിയേറ്റർ വന്നു. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇവിടെ കളക്ഷനൊന്നും ഇല്ലാതായത്. അതുകൊണ്ടാണ് ഇപ്പം തിയേറ്ററൊക്കെ പൊളിച്ച് ഈ ഒരു അവസ്ഥയിലായത്.
ഞാൻ ഗൾഫിൽ പോണ സമയത്തൊക്കെ ഇത് വർക്കിംഗ് ആയിരുന്നു. ഞാൻ അവിടെ നിന്ന സമയത്താണ് പൊളിച്ചത്. ഞാൻ പിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു പൊളിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്ന. നല്ല വിഷമം തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആദ്യമായിട്ട് ഈ സിനിമ കണ്ട വളർന്നൊരു തിയേറ്ററാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു വിഷമം ഉണ്ടായി. നമ്മുടെ നാട്ടിലൊരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിഷമം തോന്നി. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു നല്ല വിഷമമായി. ഇത് എന്താ ഓലയൊക്കെ ഇട്ടാണ് ഈ ഓലയ്ക്കാലും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓലയൊക്കെ ഇട്ട് പിന്നെ അത് കുറേ ആൾ കഴിഞ്ഞ് ഷീറ്റാക്കി. ഇപ്പം ഷീറ്റിലാണ് ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം പൊളിച്ച് ഈ ഒരു അവസ്ഥയാക്കി. ഇവിടെ ഇപ്പോൾ ഫുള്ള് ഇതിൻ്റെ അകം വരെ കാട് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയാണ്. എന്താ പുള്ളിക്ക് അതൊന്നും പറയാനില്ല. പുള്ളി വീട്ടുകാരറിയാതെ സ്കൂളും കോളേജൊക്കെ കട്ട് ചെയ്ത് വന്ന് ഒരനുഭവം മാത്രമേ പുള്ളിക്ക് പറയാനുള്ളൂ. അല്ലേ? നിങ്ങൾക്ക് വീട്ടുകാർ അറിയാതെ വന്ന് കട്ട് ചെയ്തിട്ടുള്ള അനുഭവം മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ തിയേറ്റർ പൊളിച്ചതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം ഇല്ല. ഒരിക്കലുമില്ല. അങ്ങനെയുള്ള നൊസ്റ്റാൾജിയ മാത്രമേ പുള്ളിക്കാരനുള്ളൂ. അപ്പം ഇതാണ് നമ്മളെ സ്ക്രീൻ ഇവിടെയാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ തിയേറ്ററിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് തിരിച്ചുപൊട്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. അതിസാഹസികമായി ഇവിടെ എല്ലാം പൂട്ടിയിട്ടേക്കായിരുന്നു. അതിസാഹസികമായി ആണ് നമ്മൾ ഇതിനകത്ത് ചാടിയത്. ഇപ്പോൾ ഇറങ്ങാൻ വയ്യ. അങ്ങനെ മതിലൊക്കെ ചാടി ഇറങ്ങാൻ പോവുകയാണ്. ചെറിയ സാഹസികരമായിട്ടാണ് ഈ വീഡിയോ എടുത്തത്. പെട്ട് ഓ ചാടിക്കോ. ചെറിയൊരു കുഴിയുണ്ട് കേട്ടാ. ചെറിയൊരു കുഴി ചാടല്ലേ. എൻ്റെ കൂടെ ഒരു സുഹൃത്തുമുണ്ട്. പുള്ളി